ശബ്ദം. ഇപ്പൊ നീ കുടുങ്ങോടാ. അതിലെന്തോ മെറ്റൽ ഡിറ്റക്ട് ചെയ്തല്ലോ. എല്ലാ ബാഗും ചെക്ക് എവരിത്തിങ്. സർ ഒരു മിനിറ്റ് സർ, ഇതെല്ലാം എന്റെ മച്ചാന് കൊടുത്തത് സർ. എനിക്കിത് മാത്രം മതി സർ. എന്റെ വീടിന്റെ ചാവി ഞാൻ ഇപ്പോഴും പോയിക്കോളാം സർ. ഓ ചാവിയോ? അതാണ് ബീപ്പ് സൗണ്ട് കേട്ടത്. ഓക്കെ പ്രോബ്ലം ഇല്ല, നിങ്ങൾ അകത്തേക്ക് വെക്കോളൂ. അമ്മേ മനസ്സിലായി. നിങ്ങളെല്ലാവരും എന്തിനാ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നതെന്ന് മനസ്സിലായി. എന്റെ അളിയൻ വന്നത് നിങ്ങൾക്ക് ഇഷ്ടമായില്ല, അതല്ലേ? അളിയ നീ തിരിച്ചു പോയിക്കോ, ഞാൻ തന്നെ നിന്ന് പണിയെടുത്തോളാം. മച്ചാ ചിപ്പ്. അയ്യോ അളിയ, പോകാൻ ഇഷ്ടമില്ലെങ്കിൽ പോകണ്ട. ഇതിനെന്തിനാ കരയുന്നേ? ഇവിടെ നിന്നോ. ഹലോ, എവിടെയാ? തനിക്ക് എന്തൊക്കെ ജോലി അറിയാം? അത് എന്നോടാണ്. എന്തുവാ ചോദിച്ചേ? ഒന്നുകൂടെ ചോദിക്കുവാ. എവിടുത്തെ ഭാഷ ഇത് കൊല്ലത്തുള്ള ഭാഷ. ഞാൻ ഒരു കുഗ്രാമത്തില്, മച്ചാനങ്ങ് ടൗണില്. അല്ലേ മച്ചാ? അളിയൻ പറഞ്ഞത് ശരിയാണ്. എന്താടാ നീയും അവനെ പോലെ കൊല്ലത്തുള്ള ഭാഷ പറയുന്നേ? അതമ്മേ, നമ്മൾ എവിടെ പോയി സെറ്റിൽ ചെയ്താലും നമ്മളെ സ്വന്തം നാട്ടുകാരെ കാണുമ്പോ സ്വന്തം ഭാഷയിലേ വരൂ. തല്ലിക്കൊന്നാലും മറക്കൂല, അല്ലേ മച്ചാ? തല്ലിക്കൊന്ന പിന്നെ എങ്ങനെയാടാ മറക്കുന്നേ? ശരി, ചോദിച്ചതിന് ഉത്തരം പറ. എന്തൊക്കെ ചെയ്യാൻ അറിയാം? അത് എല്ലാ ജോലി അറിയാം മാഡം. വീട്ടു ജോലി, വൃത്തിയാക്കൽ മുതൽ കമ്പ്യൂട്ടർ വരെ നന്നാക്കാൻ എനിക്ക് അറിയാം മാഡം. ഓ, കമ്പ്യൂട്ടർ ഒക്കെ അറിയാമോ തനിക്ക്? നമ്മുടെ ഗ്രാമത്തിൽ ഇപ്പൊ കമ്പ്യൂട്ടർ ഒക്കെ ചുളുവിൽ കിട്ടുമെന്ന്. സോണി വയോ മുതൽ ആപ്പിൾ വരെ നമ്മുടെ വ്യാഴാഴ്ചത്തിൽ എന്തും കിട്ടും. കമ്പ്യൂട്ടർ വിട, അത് എനിക്കും അറിയാം. ടിവിയിൽ ഏത് പ്രോഗ്രാം എപ്പോഴും കാണുന്നേ? പവർ റേഞ്ചേഴ്സിൽ എന്ത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഹായ്, ജെറ്റിക്സ് ഒക്കെ കാണുവോ? എനിക്ക് പവർ റേഞ്ചേഴ്സിൽ റെഡാ ഇഷ്ടം. എനിക്ക് റെഡാ ഇഷ്ടം. ജാക്കിനെ പോലെ കാണിക്കട്ടെ? ഇഷ്ടായില്ലേ? അവിടെ പോലെ ഭുജിമോളെ വിളിക്കുന്നു. എനിക്ക് ജെറ്റിംഗ്സ് മുതൽ കുക്കിംഗ്സ് വരെയും ഡോറയിൽ നിന്ന് താര വരെ എല്ലാം ഇഷ്ടമാണ്. എന്താ എന്തുപറ്റി? എന്റെ ആന്റിയുടെ പേരും താരയെന്നാ. ആന്റിനെ ഇഷ്ടാണോ? അയ്യോ സോറി മാഡം. ഇറ്റ്സ് ഓക്കെ. കുക്കിങ്ങിൽ നിനക്ക് എന്തൊക്കെ അറിയാം? എസ്പെഷ്യലി ഉണ്ണിയപ്പം ഉണ്ടാക്കാമോ? എന്ത് ചോദ്യമാ. ഒരു കപ്പ് അരി എടുത്ത് അരച്ച് അല്പം പുളിച്ച തേങ്ങാവെള്ളം ചേർത്തിളക്കി 3 മണിക്കൂർ കഴിഞ്ഞെടുത്ത് അപ്പച്ചട്ടിയിൽ ഒഴിച്ച് ചുട്ടെടുത്താല് വെള്ളയപ്പം. അത് തന്നെ അതിൽ കുറച്ച് പഴവും ചെവിടി ശർക്കരയും ചേർത്ത് വിട്ട ഉണ്ണിയപ്പം. അത്രേ ഉള്ളൂ. പറഞ്ഞപ്പോ തന്നെ നാവിൽ വെള്ളം ഓർന്നു. നീ നാളെ തന്നെ ചുട്ടു തരണം. അതിനെന്ത്, ഇന്ന് തന്നെ ചൂടാലോ, അല്ലേ മച്ചാ? എന്തിനാടാ ഇത്ര ധൃതി പിടിക്കുന്നത്? കുറച്ച് സാവകാശം ചൂടാ. ബാനർജി, അവൻ അത് ചുട്ടുതരാന്ന് പറയുമ്പോ നിനക്കെന്താ പ്രശ്നം? ഏയ്, എപ്പ നോക്കിയാലും ഭക്ഷണത്തെ കുറിച്ച് സംസാരം. അതുകൊണ്ടാ തിന്ന് ചക്കയപ്പം പോലെ ഇരിക്കുന്നേ. അങ്ങനല്ലമ്മേ, എത്ര തിന്നാലും അരമണിക്കൂർ നേരം കൈയും കാലും നീട്ടി യോഗാസനം ചെയ്ത ശരീരം തന്നെ മെലിഞ്ഞോളൂ. ഓ, യോഗാസനമൊക്കെ അറിയാമോ? എന്താ ഇതാ നോക്ക്. ഇത് ശിരസാസനം, ഇത് മയൂരാസനം, ഇതൊരു കാലുപൊക്കിയ ചക്രാസനം, ഇത് വീരഭദ്രാസനം, കാലുപൊക്കി ഇങ്ങനെ വെച്ച ചക്രാസനം, ഇത് ചന്ദ്രാസനം, ഇത് സർവാംഗാസനം, ഇത് ഹലാസനം, പിന്നെ കർണപീഠാസനം, ഇത് ഒരു കൈ പൊക്കിയ കൂർമാസനം. ഇതെല്ലാം എവിടുന്നാണ് നീ പഠിച്ചേ? മിസ്റ്റർ ബ്രഹ്മചാരിയിൽ നമ്മുടെ ലാലിട്ടൻ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അമ്മയ്ക്ക് അത് അറിയാതിരിക്കില്ലല്ലോ. ലാലിന്റെ പടങ്ങൾ എനിക്ക് മറക്കാൻ പറ്റുമോ? അദ്ദേഹത്തെ കണ്ട് എന്റെ അച്ഛൻ പഠിച്ചു, അച്ഛനെ കണ്ട് ഞാനും പഠിച്ചു. എന്താ മമ്മൂട്ടിയുടെ അടുത്തൊന്നും പഠിച്ചില്ലേ നീ? അതാണ് അവനിപ്പം ചെയ്തോണ്ടിരിക്കുന്നേ. അപ്പം മമ്മൂട്ടിയെ പോലെ നല്ലോണം അഭിനയിക്കൂലോ? അയ്യോ, അതൊന്നും എനിക്ക് അറിയില്ല. നന്നായി അവൻ അഭിനയിക്കാനാ. പിന്നെ നീ വന്നപ്പോ ഒരു മീൻ കൊണ്ടുവന്നില്ലേ? അത് ചുട്ട തല എനിക്ക്. ചുട്ട തല മാത്രം കിട്ടില്ലല്ലോ. വെട്ട് തല മാത്രം കിട്ടുമല്ലോ. എന്താ മച്ചാ, വെട്ടല്ലേ? എന്തിനാടാ എന്നോട് ചോദിക്കുന്നത്? നീ തന്നെ എന്തെങ്കിലും ചെയ്ത് തോലയ്ക്ക്. എന്താമേ, കഴിച്ചില്ലേ? ഞാൻ കഴിച്ചു, നീ പോയി കഴിക്കേ. ആരടാ? സാർ, ഞാൻ ഇവിടെയുണ്ട് സാർ.
ആരാ അതെന്നാ ചോദിച്ചേ? എന്റെ അളിയനെ സാർ, ഒരു സഹായത്തിന് വേണ്ടി കൂടെ കൂട്ടിയതാ. ഉം. സാറിപ്പോ വേണ്ടാന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞു വിട്ടേക്കാം. വേണ്ടെന്നാണോ? മരങ്ങോടാ, എടാ മരങ്ങോടാ. സാർ. അമ്മ. ഉം. ഈ സാർ ഈ ചെരുപ്പിട്ടാട്ടെ, അകത്തേക്ക് ഷൂസ് ഇട്ട് പോകണ്ട. എവിടെയെല്ലാം പോകുന്നു, എന്തെല്ലാം ചവിട്ടുന്നു. ഇവിടെ ഒരുപാട് കുട്ടികളില്ലേ, ഇവിടെ അവർക്ക് പ്രതിരോധശേഷി കുറവായതുകൊണ്ട് ഏതസുഖവും പെട്ടെന്ന് പിടിപെടും. ദയവേത് ചെരുപ്പ് മാറ്റിയിട്ടാട്ടെ. സോറി. നിന്നെ അപേക്ഷിച്ചും ബുദ്ധിശാലി. ഇവനെ ജോലിക്കെടുത്തു. ഏലക്കെടുത്തുന്നോ? അയ്യോ, സ്വന്തം കുഴി കുത്തി. അമ്മ. മോനെ, ഞാൻ എല്ലാ സിനിമയും കാണാറുണ്ട്. ലാലേട്ടൻ വഴക്കുണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്, മമ്മൂക്കയുടെ അഭിനയവും കണ്ടിട്ടുണ്ട്, രജനിയുടെ സ്റ്റൈലും കണ്ടിട്ടുണ്ട്, കമൽ പല വേഷങ്ങളിൽ തിളങ്ങുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാം ഒരേ സമയത്ത് നീ കാണിക്കുന്നുണ്ടല്ലോ, വളരെ അതിശയം തോന്നുന്നു. അതുകൊണ്ട് നീ ശുപാർശയില്ലാതെ തന്നെ അവാർഡ് വാങ്ങും. അവാർഡ് പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് അവൻ സ്റ്റൈല് മാറ്റിയോ? കണ്ട് ഞാൻ മിരികളിൽ. അയ്യോ മോനല്ലേ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ഇപ്പോഴെവിടെയാ? പ്രേം എവിടെ പോയി? അത് ശരി. ഇനി പറയൂ സാർ. ഇവിടെ ആരുമില്ല. അവനകത്ത് കടന്നു. ഓല്ലോ സാർ, പക്ഷെ കാണാൻ ഒരു ഇന്നസെന്റ് പയ്യനെ പോലുണ്ട്. അത് ആക്ടിങ്. താൻ തെറ്റിദ്ധരിക്കേണ്ട. അവന് ജഡ്ജോട് നല്ല ദേഷ്യമുണ്ട്. തീർച്ചയായും ജഡ്ജിനെ തക്ക സമയത്ത് കൊന്നിരിക്കും. അവൻ ജഡ്ജിനെ കൊല്ലുന്ന അടുത്ത സെക്കൻഡിൽ തന്റെ തോക്കെടുത്ത് താൻ അവനെ കൊല്ലണം. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആ, ഓർമ്മയുണ്ട് സാർ. ബട്ട് എന്താടോ ബട്ട്? ഞാൻ കുടുങ്ങരുതല്ലോ സാർ. കുടുംബമൊക്കെ ഇല്ലേ സാർ? വാട്ട് നോൺസെൻസ്. യു ആർ എ ബ്ലാക്ക് കാറ്റ് മാൻ. താൻ എങ്ങനെ കുടുങ്ങും? അവൻ ജഡ്ജിനെ കൊന്നിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ കൊന്നു എന്ന് പറയണം. അതുകൂടാതെ ഗവൺമെന്റ് തനിക്ക് അവാർഡ് വരെ തരും. ഞാൻ റിവാർഡും തരും. ധൈര്യമായിരിക്കെ, ഞാൻ നോക്കിക്കൊള്ളാം. എന്താ ഇത്? രക്തോ? വന്നതും പണി തീർത്തോ? അയ്യോ, എച്ചിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുവാണോ? മീനാണോ വെട്ടുന്നേ? അയ്യോ, എടാ ഭാവി, പച്ചക്കറി കൂട്ടാൻ വെച്ചാ കണ്ടിട്ടുള്ളൂ, പക്ഷെ ആയുധം വെച്ച് ഇന്നാടാ കാണുന്നത് ഞാന്. അതെ സാർ, സാർ ഒരു 2 days ഈ പ്രോഗ്രാം ഒന്ന് മാറ്റി വെക്കാവോ? എന്തിന്? എന്താന്ന് ചോദിച്ചാ ഇന്ന് ശനിയാഴ്ചയാ. അതുകൊണ്ട് ആത്മാവ് തനിയെ പോകാൻ മടി പിടിക്കും എന്നാ പറയാറ്. പേടിക്കണ്ട, നീ കൂട്ടുപോകണം. അതല്ല, സാവകാശം പകല് കൊല്ലാവല്ലോ. എന്താ ഇരുട്ടത്ത് വന്നാലെന്താ? ഇരുട്ടത്ത് വന്നാ ഇപ്പൊ ശാന്തമല്ലേ, ഇത് പൊട്ടുമ്പോൾ ഠംന്ന് കേക്കും. ദമ്മന്ന് കേക്കില്ല, സൈലൻസർ വെച്ചിട്ടുണ്ട്, ശബ്ദം വരില്ല. ശബ്ദം വരില്ലേ? ഇപ്പൊ നീ എനിക്ക് ജഡ്ജിന്റെ റൂമിലേക്കുള്ള വഴി കാണിക്കേ. ഞാൻ കാട്ടണോ? പിന്നാര് കാണിക്കും? അതെ, ഇത്രയും പ്ലാനോടെ വന്നപ്പോ ഒരു മാപ്പും കൂടെ കൊണ്ടുവരാൻ പാടില്ല. നീയാടാ എന്റെ മാപ്പ്. അത് വേണോ? വിധിയുടെ വിളയാട്ടം. അത് പുറത്തേക്കുള്ള വഴിയാ. പുറത്തേക്കോ? നിന്റെ കൂടെ ചേർന്നതിന് ശേഷം ഈ വീട്ടിലുള്ള വഴിയൊക്കെ മറന്നുപോയി ഞാൻ. വാ നോക്കി നോക്കി പോകാം. അയ്യോ, കൈ പറിക്കുന്നുണ്ടല്ലോ. ചുമ്മാ ഗ്രിപ്പിന് വേണ്ടിയാ. അതേ, നല്ലോണം ആലോചിച്ച് പറ. ജഡ്ജിന്റെ കഥ കഴിച്ചേ അടങ്ങുള്ളൂ. അങ്ങോട്ടുള്ള പടികൾ ഇതാണ് കേട്ടോ. ഈ വഴി അങ്ങനെ മുകളിലോട്ട് പോയാ അവസാനത്തെ റൂമാണ് ജഡ്ജിന്റെ റൂം. ഒരു മിനിറ്റ്, ആദ്യത്തെ റൂമിൽ മാത്രം മുട്ടരുത്. അവിടെ അമ്മ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് ഉറങ്ങുമായിരിക്കും. അപ്പൊ പോയി തട്ടി ഉണർത്തി എണീപ്പിച്ചു എന്ന് വെച്ചു. അയ്യോ, അങ്ങനെ ബഹളം വെച്ച് എല്ലാരും ഉണർത്തും. ശരി, ഞാൻ വരുന്നവരെ ഇവിടെ തന്നെ നിൽക്ക്. മുരുക മുരുക എന്ന് വിളിച്ചോണ്ടിരിക്കേ. ഞാൻ തന്നെ പറയണോ? അയ്യോ മുരുക, ജ്ഞാന പണ്ഡിത. അയ്യോ, അർദ്ധരാത്രിയിൽ ആചാരെ പോലെ കവിത പറയിച്ചത്. എന്താ? ജഡ്ജിനെ കൊല്ലാൻ നീ മാത്രമേ വന്നിട്ടുള്ളൂ വിചാരിച്ചാൽ ഞാൻ നിന്റെ കൂടെ നിന്നെ.
ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലോ നീ. എന്താണ് പറയുന്നത്? സത്യമാണോ പറയുന്നത്? നിന്നെ പോലെ തോക്കും കൊണ്ട് ഒരുത്തം വന്നിട്ടുണ്ട്. എവിടെ? അതവിടെ അവിടെ അവിടെ കണ്ടോ? അതവിടെ നിൽക്കുന്നത് കണ്ടോ? അയ്യോ, ടെറസിന്റെ മേലെ അല്ല, എന്റെ മേലെയാണ്. ആദ്യം നീ ഡിസ്കണക്ട് ചെയ്യ്. ആരാ ഇവനെ നോക്കട്ടെ. ഇങ്ങോട്ട് തിരി. ഇങ്ങോട്ട് തിരിയാൻ. അയ്യോ, ഇതെന്താ കറണ്ട് വന്ന? ആരായിട്ടത് സ്വിച്ച്? അയ്യോ ജഡ്ജ്. അയ്യോ, ഞാനും അഭിനയിക്കേണ്ടി വരും. എല്ലാം അവിടെ ഒരു ശബ്ദം. എന്തു പറ്റി? ഏയ്, എന്തിനാ കരയുന്നേ? ഐഷു കാനഡയിൽ നിന്ന് ഫോൺ ചെയ്തു അങ്കിൾ. സിഗ്നൽ വീക്കായിരുന്നു. സിഗ്നൽ എവിടെ കിട്ടുമെന്ന് നോക്കി ഇങ്ങനെ ഫോൺ നീട്ടി പിടിച്ച് ടെറസിലേക്ക്. ബാക്കി ഞാൻ പറയാം സർ. ഇവര് ഫോൺ നീട്ടി പിടിച്ചിങ്ങനെ വന്നപ്പോ എന്റെ കണ്ണുകൾക്ക് കൊല്ലാൻ തോക്ക് നീട്ടി പിടിച്ച് വരുന്ന പോലെ തോന്നിയത്. ബാക്കി പറ. അപ്പൊ ഈ തുണി എന്റെ തലയെ കൂടി ഇട്ടിട്ട് കണ്ണ് കാണാമെങ്കിൽ കൊലപാതകി സ്ട്രോങ് ആവുമെന്ന് വിചാരിച്ചു. അതാണ് സർ. പറ. പിന്നെ എന്നെ കെട്ടിപ്പിടിച്ച്. അയ്യോ, ഇവരല്ല സർ. കൊലപാതകിയെ കെട്ടിപ്പിടിക്കുന്നു വിചാരിച്ച് ഇവരെ പിടിച്ചുപോയി. ബാക്കി പിന്നെ ആ പടിക്കെട്ടിന്ന് താഴേക്ക് രണ്ടുപേര് മോളിന്ന് ഉരുണ്ട് തല്ലി പിടിച്ച്. ലൈറ്റ് ഇട്ടതിന് ശേഷം എനിക്ക് ഗണ്ണ് ഫോണാണെന്നും അക്യൂസ്ഡ് ഇവരാണെന്നും അറിഞ്ഞത്. ആട്ടെ, രാത്രി 12 മണിക്ക് നിനക്ക് എന്താ ഫോണിൽ സംസാരിക്കാനുള്ളത്? അതും ഒരു വലിയ പെണ്ണ്. എപ്പോഴും ഇങ്ങനെ ഫോണിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? സെൽഫോണും ഇന്റർനെറ്റും നമ്മളെ വളർത്താനാ, നശിപ്പിക്കാനല്ല. മനസ്സിലായോ? ആ, പോയി കിടക്ക്. വാ. അല്ല നീ ഓ, എവരിബഡി. എല്ലാരും കൂടി ഇങ്ങോട്ട് തന്നെ സാ. ഏയ്, അത് ശരി. സർ, മുകളിലേക്ക് വാ. അരെ ഇവനെയോ? ദാ വന്നു സർ. പെട്ടു നീ. ആരോ എന്ന് കരുതി നീ താരയെ പിടിച്ചത് തെറ്റല്ല. പക്ഷെ ഈ നേരത്ത് നീ എന്തിനു മുകളിൽ വന്നു? പോയിന്റ് പിടിച്ചു. മച്ച പറഞ്ഞോട്ടെ. എന്നോട് ചോദിക്കുന്ന എന്തിനാടാ? പറയടാ. മച്ചാനാ പറഞ്ഞു വിട്ടെ. എന്തിന് അങ്ങനെ ചോദിക്ക്. അത് പിന്നെ സാറ് കുടിച്ച് ബാക്കി വെച്ച വൈൻ ബോട്ടിൽ മുകളിൽ ഫ്രിഡ്ജിലുണ്ടാവും. അത് സാററിയാതെ എടുത്തിട്ട് വരാം മച്ചാൻ പറഞ്ഞിട്ടാ വന്നത്.